ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മുള്ളില്ലാത്ത യൂഫോർബിയ വിഭാഗത്തിൽപ്പെട്ട ചെടിയാണ്. ഇതിൻ്റെ പേര് യൂഫോർബിയ എന്ന് തന്നെയാണ്. സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് യൂഫോർബിയ ജെറോൾഡി എന്നാണ്. സാധാരണ മുള്ളുള്ള യൂഫോർബിയയുടെ പേര് സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് യൂഫോർബിയ മില്ലി എന്നാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വളരെ നേർത്ത തണ്ടുകളാണ്. ഈ തണ്ടുകൾക്കൊന്നിനും തന്നെ മുള്ളുകളില്ല എന്നുള്ളതാണ്. സാധാരണ ഉള്ള യൂഫോർബിയയ്ക്കൊക്കെ തണ്ടിൽ നല്ല മുള്ളുകളായിരിക്കും, തണ്ട് നല്ല കനമുള്ളതുമായിരിക്കും. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ പറഞ്ഞ പോലെ തന്നെ തണ്ടുകളൊക്കെ വളരെ മെലിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 2-3 തണ്ടുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇത് പിന്നിയിട്ട് ഒരു ഭംഗിയായിട്ട് ഒന്നിച്ച് ഒരു എന്താ പറയുക ഒറ്റ ശിഖരമായിട്ടൊക്കെ നമുക്ക് വളർത്താനൊക്കെ പറ്റും. എങ്ങനെ നമ്മളൊരു തണ്ട് വെച്ച് കഴിഞ്ഞാലും ശരി തന്നെ ഇതുപോലെ നിറഞ്ഞ് ഒരുപാട് തണ്ടുകളായിട്ട് വന്നിട്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് പൂക്കൾ തരും. പ്രൂണിങ് അത്യാവശ്യമുള്ള ഒരു ചെടിയാണ്. അല്ലാതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാ പൂക്കളും ഒക്കെ ഉണ്ടാകുന്നത് ശ്രദ്ധിച്ചാൽ മതി. എല്ലാം ഈ തണ്ടിൻ്റെ അറ്റത്തായിട്ടാണ് പൂക്കൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ പ്രൂൺ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെടി ഒരുപാട് നീണ്ട് ഒരു ഭംഗിയില്ലാതായി പോവും. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇതിൻ്റെ ഇലകളുടെ പ്രത്യേകത കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതിന് നല്ലൊരു വാക്സി ഫീലിംഗ് ഉള്ള ഒരു വാക്സി കോട്ടിംഗ് ഉള്ള ഒരു ഇലകളാണ് ഇതിനുള്ളത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നല്ല തിളക്കമുള്ള ഇലകളും നല്ല ബ്രൈറ്റ് റെഡ് കളറിലുള്ള പൂക്കളും കൂടെ നല്ലൊരു ഭംഗിയാണ്. പൂക്കൾ വളരെ ചെറുതാണെങ്കിലും ശരി തന്നെ ഒത്തിരി പൂക്കളായിട്ട് നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു ഭംഗി തോന്നിക്കും. വർഷം മുഴുവനും നമുക്ക് പൂക്കൾ തരും എന്നുള്ളതാണ്. നല്ല ഇതുപോലെ എല്ലാ ഫ്ലവറിങ് പ്ലാന്റ്സിനെ പോലെ തന്നെ നല്ല വെയിൽ വേണ്ട ഒരു ചെടിയാണിത്. പക്ഷേ അത്യാവശ്യം സെമി ഷെയ്ഡിലും നമുക്ക് പൂക്കളിങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. യാതൊരു പരിചരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നിലത്ത് നടുകയാണെങ്കിൽ തന്നെ 2-3 ദിവസം കൂടുമ്പോഴത്തേക്കും വെള്ളം ഒഴിച്ചാലും മതിയായിരിക്കും. അപ്പം ഇതിൻ്റെ നമ്മൾ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ചെറിയ തണ്ടുകൾ എടുക്കുക, അതിൻ്റെ ഇലകളൊക്കെ നമ്മൾ കളഞ്ഞതിന് ശേഷം അതിൻ്റെ കറയൊന്ന് പോകാൻ അനുവദിക്കുക. ഒന്നിൽ വെള്ളത്തിൽ മുക്കിയിടുക, അല്ലെങ്കിൽ താഴെ തണലുള്ളിടത്ത് ഒരു ദിവസം വെച്ചിട്ട് പിന്നെ നട്ടാലും മതിയാകും. പെട്ടെന്ന് നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. പിന്നെ കുഞ്ഞു പൂക്കളൊക്കെ ആണെങ്കിൽ ശരി തന്നെ തേനീകളൊക്കെ അത്യാവശ്യം ഉള്ളതുകൊണ്ട് ഇഷ്ടംപോലെ ബട്ടർഫ്ലൈസൊക്കെ വരും. അങ്ങനെ നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു ചെടിയാണ്. പിന്നെ മറ്റുള്ള യൂഫോർബിയയെക്കുറിച്ചൊക്കെ ക്യാൻസർ പടർത്തും എന്നൊക്കെ ഉള്ളൊരു പേരുദോഷം ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഒരു പേടിയായിരിക്കും. എൻ്റെ മുള്ളു കൊള്ളുന്നതും അതുപോലെ എൻ്റെ കറയൊക്കെ കൊള്ളുന്നതുമൊക്കെ. അങ്ങനെ ഒരു പേടി ഉള്ള ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. യൂഫോർബിയ അത് തെറ്റിദ്ധാരണ തന്നെയാണ്. യൂഫോർബിയയുടെ വേറൊരു വെറൈറ്റിയാണ് അതിൻ്റെ കറകളൊക്കെ ക്യാൻസർ പടർത്തുമെന്ന് പറയുന്നത്. നമ്മുടെ സാധാ യൂഫോർബിയ മുള്ളുള്ളതും അങ്ങനെ പേടിക്കേണ്ടാത്തെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവരും അത് തിരിച്ച് യൂഫോർബിയയിലേക്ക് വരുന്നുണ്ട്. ഒരു സമയത്ത് പേടി വന്നത് എല്ലാവരും വെട്ടിക്കളഞ്ഞ ചെടിയാണ്. അങ്ങനെ പേടിയുള്ളവർക്ക് ഒട്ടും പേടിക്കാതെ വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് ഈ യൂഫോർബിയ. മുള്ളിനെയും പേടിക്കണ്ട. പിന്നെ ഇതിൻ്റെ കറ എന്ന് പറയുന്നത് അത്യാവശ്യം ടോക്സിക്കാണ്. അതിപ്പം ഒരുതപ്പെട്ട കറകളുള്ള ചെടികൾക്കെല്ലാം ഉള്ള പോലെ തന്നെ ദോഷമേ ഇതിനും ഉള്ളൂ. ഇതിന് ചിലർക്ക് സ്കിന്നിന് അലർജി ഉണ്ടാക്കും എന്നൊക്കെയാണ് പറയുന്നത്. എല്ലാവർക്കും അങ്ങനെയില്ല, ചിലർക്ക് മാത്രം. അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ പൂന്തോട്ടത്തിൽ നല്ല കളർഫുള്ളാക്കാനായിട്ട് പറ്റിയൊരു ചെടിയാണിത്. ഈ നിറച്ചിങ്ങനെ നല്ലൊരു എന്താ പറയുക തിളക്കമുള്ള ഇലകളും ഈ ചുമന്ന പൂക്കളും ഒക്കെ ആയിട്ട് നല്ലൊരു ഫീലിംഗ് തരും. നിറഞ്ഞിങ്ങനെ ഉണ്ടാകുകയും ചെയ്യും. ഒരു തണ്ട് നട്ടാലും ശരി തന്നെ നിറച്ചിങ്ങനെ ഒരുപാട് തണ്ടുകളായിട്ട് വന്നിട്ട് ഒരു കൂട്ടമായിട്ട് നിൽക്കുന്ന കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. അതുപോലെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ഭംഗിയായിരിക്കും ചെടി കാണാനായിട്ട്. ഇതിപ്പം നിലത്താണ് നട്ടിരിക്കുന്നത്. അങ്ങനെ അധികം പരിചരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരുപാട് നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ടും പറ്റുകയും ചെയ്യും. അതൊക്കെയാണ് ഈ ചെടിയുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.